പ്രിയ പഠിതാക്കളെ, നമ്മൾ റോമാ സാമ്രാജ്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. റോമാ സാമ്രാജ്യത്തിലെ സാംസ്കാരിക രംഗത്തെക്കുറിച്ചും സാമ്പത്തിക രംഗത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിലെ നിലനിന്നിരുന്ന അടിമത്തമാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തത്. അടിമകളെ കമ്പോളങ്ങളിൽ വിറ്റിരുന്നതായും വാങ്ങിയിരുന്നതായും നമ്മൾ പറഞ്ഞു. ഉപരിവർഗം അവരോട് വളരെ ക്രൂരമായി പെരുമാറിയിരുന്നതായി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ സമൂഹത്തിലെ ഉന്നതരെ കണ്ടു, ഇടത്തട്ടുകാരെ കണ്ടു, അടിമകളെ കണ്ടു. അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ വ്യത്യസ്ത വിഭാഗം ജനത ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടു. ഇതേ വസ്തുത കുറച്ചുകൂടി വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. റോമിലെ സാമൂഹ്യ ശ്രേണികൾ. സാമൂഹ്യ ശ്രേണികൾ. റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് ആദിമ റോമൻ സമൂഹത്തിലെ അല്ലെങ്കിൽ ആദിമ റോമാ സാമ്രാജ്യത്തിൽ 5 സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായി പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ആദിമ റോമൻ സമൂഹത്തെ അദ്ദേഹം 5 ശ്രേണികളായി 5 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ആരാണ്? റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് 5 സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതിൽ ഒന്ന് സെനറ്റർമാർ. ഒന്നാമത്തത് സെനറ്റർമാർ. 2 അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. 3 ആദരണീയ വിഭാഗം. 4 ഹ്യൂമിലിയോറസ്. 5 അടിമകൾ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ പുരാതന റോമിൽ 5 വിഭാഗം ജനത, 5 സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായി റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അതിൽ ഒന്നാമത്തെ വിഭാഗം സെനറ്റർമാരാണ്. സെനറ്റർമാർ. 2ാമത്തെ വിഭാഗം അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. 3 ആദരണീയ വിഭാഗം. 4 ഹ്യൂമിലിയോറസ്. 5 അടിമകൾ. ഇതിൽ ഒന്നാമത്തെ വിഭാഗം നമുക്ക് നോക്കാം. അത് സെനറ്റർമാരാണ്. ഇവർ ശക്തരും സമ്പന്നരുമാണ്. സമ്പന്നർ. ഇറ്റാലിയൻ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ശക്തരും സമ്പന്നരും പ്രമുഖരുമായിരുന്ന ഇറ്റാലിയൻ കുടുംബാംഗങ്ങളാണ് സാധാരണഗതിയിൽ സെനറ്റർമാരിൽ ആയി വരുന്നത്. അപ്പോൾ അവരാണ് സമൂഹത്തിലെ ഏറ്റവും ഉന്നത ശ്രേണി. അവർ വളരെ സമ്പന്നരാണ്, അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണ്. അവർ ഇറ്റാലിയൻ കുടുംബങ്ങളിലെ റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇറ്റലി മാത്രമല്ല, നമുക്കറിയാം, വളരെ വിശാലമാണ്. അതിൽ ഇറ്റാലിയൻ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് പ്രധാനമായും സെനറ്റർമാരായി വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ വിഭാഗം. ഈ പ്രാചീന റോമൻ സമൂഹത്തെ 5 തട്ടുകളായി നമ്മളിങ്ങനെ തിരിച്ചാൽ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിൽക്കുന്നത് അവരാണ്, സെനറ്റർമാരാണ്. അവർ വളരെ ശക്തരായിരുന്നു, സമ്പന്നരായിരുന്നു. ഒരു ഇറ്റാലിയൻ കുടുംബങ്ങളിൽ
നിന്നുള്ളവരായിരുന്നു. അപ്പോൾ രണ്ടാമത്തത് അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. ഇവർ മോശക്കാരായിരുന്നില്ല, ഇവർ വലിയ ഭൂവുടമകളായിരുന്നു. യോദ്ധാക്കളും വലിയ ഭൂവുടമകളും ഒക്കെ ആയിരുന്ന ആ വിഭാഗക്കാരാണ് ഇവര്. അവര് സമൂഹത്തിൽ നല്ല സ്ഥാനം ഉണ്ടായിരുന്നവരാണ്. അശ്വാരൂഢ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖർ. അവരും സമ്പന്നരാണ്. ഭൂവുടമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പന്നരാണ്. യോദ്ധാക്കൾ നല്ല യോദ്ധാക്കളാണ്. അപ്പോൾ അവരും സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലാണ്. സെനറ്റർമാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ്. അടുത്ത ആദരണീയ വിഭാഗം. ഈ ആദരണീയ വിഭാഗമാണ് റോമൻ സമൂഹത്തിലെ മധ്യവർഗം. ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ ഒക്കെ അതിലാണ് വരുന്നത്. സൈനിക ഉദ്യോഗസ്ഥർ വരും, അധ്യാപകർ, ഡോക്ടർമാർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ വ്യാപാരികളൊക്കെ ഈ മധ്യവർഗക്കാരാണ്. ഉദ്യോഗസ്ഥരും വ്യാപാരികളും ഇതെല്ലാം മധ്യവർഗത്തിൽ വരുന്നവരാണ്. ഇവരെ ആദരണീയ വിഭാഗമായി കണക്കാക്കിയിരുന്നു. അടുത്ത നാലാമത്തെ വിഭാഗം ഹ്യൂമിലിയോറസ് ആണ്. കീഴാള വിഭാഗമാണ്. തൊഴിൽ ശക്തി, തൊഴിൽ സേനയാണ് മറ്റേത്. തൊഴിലാളികളും കൂലിപ്പണിക്കാരുമൊക്കെ അടങ്ങുന്ന ഗ്രാമങ്ങളിലെ പണിക്കാർ, തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ ഒക്കെയാണ്. ഗ്രാമങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ, വാടക തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, നിത്യേന കൂലിക്ക് വരുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചേരുന്നതാണ് ഹ്യൂമിലിയോറസ് അല്ലെങ്കിൽ കീഴാള വിഭാഗം. അതിനും താഴെയാണ് ആര്? അടിമകൾ. ഏറ്റവും താഴെയാണ് ഏത് വിഭാഗം? അടിമ. ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് അടിമകൾ. അപ്പോൾ 5 വിഭാഗം സെനറ്റർമാർ. അവർ വളരെ ശക്തരും സമ്പന്നരും ഇറ്റാലിയൻ കുടുംബാംഗങ്ങളാണ്. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, അവർ വലിയ ഭൂവുടമകളും യോദ്ധാക്കളുമാണ്. ആദരണീയ വിഭാഗം, അവർ മധ്യവർഗക്കാരാണ്. ഉദ്യോഗസ്ഥരും വ്യാപാരികളുമൊക്കെ അതിൽ വരുന്നു. ഹ്യൂമിലിയോറസ് എന്ന് പറയുന്നത് കീഴാള വിഭാഗമാണ്. വിവിധ തരം തൊഴിലാളികൾ അടങ്ങുന്ന സാധാരണ ജനതയാണ് ഹ്യൂമിലിയോറസ്. അതിനും താഴെയാണ് അടിമകൾ ഉള്ളത്. അവർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. പ്രാചീന റോമൻ സമൂഹത്തെ ടാസിറ്റസ് എന്ന ചരിത്രകാരനാണ് 5 തട്ടുകളായി തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് 5 തട്ടുകൾ? സെനറ്റർമാർ, അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, ആദരണീയ മധ്യവർഗം അല്ലെങ്കിൽ ആദരണീയ വിഭാഗം, ഹ്യൂമിലിയോറസ്, അടിമകൾ. അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് ഭരണരംഗമാണ്. റോമിലെ ഭരണരംഗം. ഭരണരംഗത്ത് റോമാക്കാർ നിരവധി സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പബ്ലിക്കൻ ഭരണരീതിയാണ്. റിപ്പബ്ലിക്കൻ ഭരണം ഒരു കേന്ദ്രീകൃത ഭരണരീതിയാണ് റോമിൽ നിലനിന്നിരുന്നത്. അഴിമതിയും സ്വേച്ഛാധിപത്യ സ്വഭാവവും റോമൻ ഭരണകൂടത്തിലുണ്ടായിരുന്നു. അല്ലേ? ലോകത്തിലെ എല്ലാ ഭരണകൂടങ്ങളും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അല്ലേ അഴിമതിയും സ്വേച്ഛാധിപത്യവും ഏകാധിപത്യ പ്രവണതയും. അല്ലേ? റോമൻ ഭരണത്തിൽ ഈ 2 സംഗതികളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? അഴിമതിയും ഉണ്ടായിരുന്നു, സ്വേച്ഛാധിപത്യ സ്വഭാവവും ഉണ്ടായിരുന്നു, ഏകാധിപത്യ സ്വഭാവവും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു കേന്ദ്രീകൃത ഭരണ സംവിധാനമായിരുന്നു. കുറച്ച് പേരിലേക്ക് മാത്രം അധികാരം ഒതുങ്ങുന്നതിനാണ് കേന്ദ്രീകൃത ഭരണ സംവിധാനം നമ്മൾ പറയുന്നത്. ഗവൺമെൻറ്റിനെതിരായ പ്രക്ഷോഭങ്ങളെ വളരെ ശക്തമായി അടിച്ചമർത്തി.
ഗവൺമെൻറ് ഇതിനായ ഒരു പ്രക്ഷോഭങ്ങളും അനുവദിച്ചില്ല. അവയെല്ലാം നിഷ്കരണം അടിച്ചമർത്തി. എന്നാൽ ചക്രവർത്തിയുടെ അധികാരത്തെ അല്ലെങ്കിൽ ഏകാധിപത്യത്തെ ചെറുക്കുന്ന പല നിയമങ്ങളും റോമിലുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ അധികാരങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് പല നിയമങ്ങളും റോമിൽ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി റോം ലോകത്തിന് നൽകിയ ഒരു സംഭാവനയാണ്, ഒരു പ്രധാനപ്പെട്ട ഭരണ സംവിധാനമാണ്, ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് റോമിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഴിമതിയും സ്വേച്ഛാധിപത്യവും ആ ഭരണ സംവിധാനം നേരിട്ടിരുന്ന രണ്ട് വെല്ലുവിളികളാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ വളരെ ശക്തമായി അടിച്ചമർത്തിയിരുന്നു. എന്നാൽ ചക്രവർത്തിയുടെ ഏകാധിപത്യത്തെ ചെറുക്കുന്ന, തടയാൻ പര്യാപ്തമായ നിരവധി നിയമങ്ങൾ റോമിലുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് പിൽക്കാല സാമ്രാജ്യമാണ്. പിൽക്കാല സാമ്രാജ്യം. പിൽക്കാല സാമ്രാജ്യം. പിൽക്കാല സാമ്രാജ്യം എന്താണെന്ന് ചോദിച്ചാൽ, റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പിൽക്കാല സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. 4 മുതൽ 7 വരെ, അല്ലേ? 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് റോമൻ ചരിത്രത്തിൽ പിൽക്കാല സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. പിൽക്കാല സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയം, മതം, ഭരണം, സാമ്പത്തികം തുടങ്ങി മേഖലകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഈ പിൽക്കാല സാമ്രാജ്യ കാലഘട്ടത്തിൽ, അതായത് 4-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ മതം, മതരംഗത്ത്, ഭരണരംഗത്ത്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഈ പിൽക്കാല സാമ്രാജ്യം എന്നതുകൊണ്ട് എന്താണ് റോമൻ ചരിത്രത്തിൽ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, AD 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പിൽക്കാല റോമൻ സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. അത് ഓർമ്മ വേണം. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. രാഷ്ട്രീയ രംഗം. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയാണ്. ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയാണ്. ഡയോക്ലീഷ്യൻ എന്ത് ചെയ്തു? സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകി. സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകി. അപ്പോൾ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു, സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകി, അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. അപ്പൊ നോക്കൂ, രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച റോമൻ ചക്രവർത്തി ആരാണ്? ഡയോക്ലീഷ്യൻ. അദ്ദേഹം എന്തൊക്കെ മാറ്റങ്ങളാണ് റോമിൽ കൊണ്ടുവന്നത്? അദ്ദേഹം സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു, കൂട്ടി. 2, സൈനിക തലവന്മാർക്ക് സ്വയംഭരണം നൽകി. 3, അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. അപ്പൊ പിൽക്കാല സാമ്രാജ്യത്തിൽ, അതായത് 4-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയിൽ റോമിൽ രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിന് തുടക്കം കുറിച്ചത് ഡയോക്ലീഷ്യൻ എന്ന ചക്രവർത്തിയാണ്. സാമ്രാജ്യ വിസ്തൃതി അദ്ദേഹം വർദ്ധിപ്പിക്കുകയും സൈനിക തലവന്മാർക്ക് സ്വയംഭരണം നൽകുകയും അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് ഡയോക്ലീഷ്യൻ
നടത്തിയ പരിഷ്കാരങ്ങൾ. അടുത്ത് നമ്മൾ മതരംഗത്ത് എന്ത് മാറ്റം വന്നു എന്നാണ് നോക്കുന്നത്. മതത്തിൻ്റെ മതരംഗത്ത് മാറ്റം വരുത്തിയ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ആണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹം ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ക്രിസ്തു മതം എന്തായി? ഔദ്യോഗിക മതം. ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിച്ചു. AD 7-ാം നൂറ്റാണ്ടായപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ മതം ഉണ്ടായത് ഏതാണ്? ഇസ്ലാം മതം വന്നു അല്ലേ? ഇസ്ലാം മതം AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം ആവിർഭവിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളും, പിൽക്കാല റോമിൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും പണികഴിപ്പിച്ചു. നോക്കൂ, അപ്പോൾ പിൽക്കാല റോമൻ സാമ്രാജ്യത്തിൽ മതരംഗത്ത് വന്ന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്ന്, കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചതാണ്. ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി ആര് പ്രഖ്യാപിച്ചു? കോൺസ്റ്റന്റൈൻ പ്രഖ്യാപിച്ചു. ഇനി ഈ 4 മുതൽ 7 നൂറ്റാണ്ട് വരെ വന്ന മറ്റൊരു മാറ്റം, 7-ാം നൂറ്റാണ്ടായപ്പോൾ പുതിയൊരു മതം ഉടലെടുത്തു അറേബ്യയിൽ അല്ലേ? പിന്നീട് അത് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ആ മതം ഏതാണ്? അത് ഇസ്ലാം മതമാണ്. പിന്നീട് റോമിൽ ധാരാളമായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും പണികഴിപ്പിച്ചു. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ രംഗം കണ്ടു, മതരംഗം കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ഭരണരംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ്. പിൽക്കാല സാമ്രാജ്യത്തിൽ ഭരണം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി. ഇതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് പ്രധാന മാറ്റങ്ങൾ വരുത്തിയത്. ഇങ്ങനെ എഴുതാം കേട്ടോ, ഇങ്ങനെ എഴുതാം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒന്ന്, നാണയ പരിഷ്കരണം. നാണയങ്ങൾ പരിഷ്കരിച്ചു. 2, സോളിഡസ് എന്ന പുതിയ സ്വർണ്ണ നാണയം. പുതിയൊരു സ്വർണ്ണ നാണയം ഇറക്കി. സോളിഡസ് എന്നാണ് അതിൻ്റെ പേര്. സ്വർണ്ണ നാണയങ്ങൾ പ്രചരിപ്പിച്ചു. ഇനി അദ്ദേഹം ചെയ്ത മറ്റൊരിത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊരു തലസ്ഥാന നഗരം പണികഴിപ്പിച്ചു അദ്ദേഹം. കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാന നഗരം പണികഴിപ്പിച്ചു. പിന്നീട് പുതിയ സെനറ്റ് രൂപീകരിച്ചു. അപ്പം നോക്കൂ, ഭരണരംഗത്ത് കുറേയധികം മാറ്റങ്ങൾ പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഉണ്ടാവുകയാണ്. അതിന് തുടക്കം കുറിച്ച ആൾ നമ്മൾ പറഞ്ഞ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. അദ്ദേഹം എന്താ ചെയ്തേ? നാണയം പരിഷ്കരിച്ചു. റോമിൽ നിലവിലുണ്ടായിരുന്ന നാണയങ്ങൾ പരിഷ്കരിച്ചു. ഒരു പുതിയ സ്വർണ്ണ നാണയം ഇറക്കി അദ്ദേഹം. അതിൻ്റെ പേരാണ് സോളിഡസ് എന്നും എഴുതും. ഇങ്ങനെ സോളിഡസ് എന്ന സ്വർണ്ണ നാണയം അദ്ദേഹം പുറത്തിറക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു നഗരം പണികഴിപ്പിച്ച് അതിനെ തലസ്ഥാനമാക്കി മാറ്റി. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തലസ്ഥാനം പണികഴിപ്പിച്ചു. ആര്? കോൺസ്റ്റന്റൈൻ. ഇനി പുതിയ സെനറ്റിനെ രൂപീകരിച്ചു. ഇതെല്ലാം ഭരണരംഗത്ത് വന്ന മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ്? സ്വർണ്ണ നാണയം
നാണയരംഗത്ത് പരിഷ്കാരമുണ്ടായി. നാണയങ്ങൾ പരിഷ്കരിച്ചു, പുതുക്കി. സോളിഡസ് എന്ന് പറയുന്ന പുതിയ സ്വർണ്ണ നാണയം പുറത്തിറക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായി വരുന്നു. പുതിയ സെനറ്റിനെ രൂപീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം 4 മുതൽ 7 നൂറ്റാണ്ട് വരെ ഭരണരംഗത്ത് വരുന്ന മാറ്റങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക രംഗത്ത് ഈ പിൽക്കാല റോമാ സാമ്രാജ്യത്തിൽ എന്ത് മാറ്റം വന്നു എന്നാണ്. സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് എന്തു മാറ്റം വന്നു എന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് വ്യവസായ വളർച്ച. വളർച്ചയുണ്ടായി റോമിൽ. 2 സ്ഫടിക ഫാക്ടറികൾ. അതുപോലെ എണ്ണ മില്ലുകൾ. എന്നിവയിൽ നിക്ഷേപം നടത്തി. 3 നഗരങ്ങൾ പുരോഗമിച്ചു. നോക്കൂ, സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി പിൽക്കാല റോമാ സാമ്രാജ്യത്തിൽ. ഒന്ന്, വ്യവസായ വളർച്ചയുണ്ടായി. ഈ 4 മുതൽ 7 നൂറ്റാണ്ടുകളിൽ ആ കാലഘട്ടത്തിൽ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പുതിയ പുതിയ ഫാക്ടറികൾ വന്നു. എന്തൊക്കെ ഫാക്ടറികളാണ്? സ്ഫടിക ഫാക്ടറികൾ, ഗ്ലാസ് ഫാക്ടറികൾ വന്നു. അതുപോലെ എണ്ണ മില്ലുകൾ, എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന മില്ലുകൾ ഒക്കെ നിലവിൽ വരികയാണ്. ഇതിലൊക്കെ വലിയ നിക്ഷേപം ഗവൺമെൻറ് നടത്തുകയാണ്. വലിയ പൈസ നിക്ഷേപിച്ചുകൊണ്ട് ഈ ഫാക്ടറികൾ ആരംഭിക്കുന്നു. അതേ തുടർന്ന് വ്യവസായം വളരുന്നു. വ്യവസായം വളർന്നപ്പോൾ സ്വാഭാവികമായിട്ട് 3ാമത്തെ സംഗതി ഉണ്ടായി. എന്താണ്? നഗരങ്ങൾ പുരോഗമിക്കാൻ തുടങ്ങി, നഗരങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോൾ നോക്കൂ, വ്യവസായ വളർച്ച ഉണ്ടാകുന്നു, പുതിയ പുതിയ ഫാക്ടറികൾ, സ്ഫടിക ഫാക്ടറി, എണ്ണ മില്ലുകളൊക്കെ വരുന്നു. ഇതേ തുടർന്ന് നഗരങ്ങൾ പുരോഗമിക്കുന്നു, അല്ലേ? നഗരങ്ങൾ പുരോഗമിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യം രാഷ്ട്രീയ രംഗത്തെ മാറ്റം കണ്ടു, പിന്നെ മതരംഗത്ത് കണ്ടു, പിന്നെ ഭരണം രംഗത്ത് കണ്ടു, ഇപ്പം സാമ്പത്തികം, അല്ലേ? ഇങ്ങനെ എല്ലാ മേഖലകളിലും പിൽക്കാല റോമൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ, അതായത് 4 മുതൽ 7 വരെയുള്ള നൂറ്റാണ്ട് കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് AD 3-ാം നൂറ്റാണ്ടിൽ ആയപ്പോൾ റോമാ സാമ്രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. അത് പശ്ചിമ റോമാ സാമ്രാജ്യവും പൗരസ്ത്യ റോമാ സാമ്രാജ്യവും. പശ്ചിമ റോമാ സാമ്രാജ്യം, പടിഞ്ഞാറൻ റോമാൻ സാമ്രാജ്യം. അടുത്തത് പൗരസ്ത്യ റോമാ സാമ്രാജ്യം, കിഴക്കൻ റോമാ സാമ്രാജ്യം. പശ്ചിമ റോമാ സാമ്രാജ്യം തകർന്നു പോയി, പിന്നെ നിലനിന്നില്ല. എന്നാൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ, ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ വളർച്ച പ്രാപിച്ചു. ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം അഥവാ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന് വേറൊരു പേര് കൂടിയുണ്ട്. ബൈസാന്റിയൻ സാമ്രാജ്യം എന്ന് കൂടി വിളിക്കും. ബൈസാന്റിയൻ സാമ്രാജ്യം. ഈ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നുവരെ ഉണ്ടായെന്നറിയോ? 1453 വരെ ഈ ബൈസാന്റിയൻ സാമ്രാജ്യം നിലനിന്നു. AD 1453 വരെ ബൈസാന്റിയൻ സാമ്രാജ്യം നിലനിന്നു. അപ്പോൾ അതാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു അന്തിമഘട്ടം, ഒരു അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ 3-ാം നൂറ്റാണ്ടിന് ശേഷം 2ആയി പിളർന്ന റോമാ സാമ്രാജ്യം, ഏതൊക്കെ? പശ്ചിമ റോമാ സാമ്രാജ്യവും പൗരസ്ത്യ റോമാ സാമ്രാജ്യവും, അല്ലെങ്കിൽ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യവും കിഴക്കൻ റോമൻ സാമ്രാജ്യവും. അതിൽ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം തകർന്നു പോവുകയും കിഴക്കൻ റോമൻ സാമ്രാജ്യം ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് കീഴിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ഇത് 1453 വരെ ഇത് നിലനിൽക്കുകയും ചെയ്തു. ഈ സാമ്രാജ്യം നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായും നമ്മൾ പറഞ്ഞു തുടങ്ങിയത്
റോമിലെ സാമൂഹ്യ ശ്രേണികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. റോമിലെ സാമൂഹ്യ ശ്രേണികളെക്കുറിച്ച് എന്താണ് നമ്മൾ പറഞ്ഞത്? റോമിലെ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ് അല്ലേ. ടാസിറ്റസ് പ്രധാനപ്പെട്ട 5 സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു. ഏതൊക്കെയാണത്? സെനറ്റർമാർ, അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, ആദരണീയ വിഭാഗം, ഹ്യൂമിലിയോറസ്, അടിമകൾ. ഇതോരോന്നും നമ്മൾ വിശദമായി കണ്ടു. ഈ 5 വിഭാഗം ജനത റോമൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നതായി ടാസിറ്റസ് രേഖപ്പെടുത്തി. പിന്നീട് നമ്മൾ നോക്കിയത് ഭരണരംഗത്താണ്. ഭരണരംഗത്തെ ഒരു പ്രധാനപ്പെട്ട സംഭാവന റിപ്പബ്ലിക്കൻ ഭരണ രീതിയാണ്. കേന്ദ്രീകൃത ഭരണമാണ്. അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു, ഏകാധിപത്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയിരുന്നു. എന്നാൽ ചക്രവർത്തിയെ നിയന്ത്രിക്കാനുള്ള ചില നിയമങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീടാണ് നമ്മൾ പിൽക്കാല റോമാ സാമ്രാജ്യത്തിലേക്ക് വന്നത്. പിൽക്കാല റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് AD 4 മുതൽ 7 വരെയുള്ള കാലഘട്ടത്തെ ആണ്, റോമൻ ചരിത്രത്തെയാണ് നമ്മൾ പിൽക്കാല റോമാ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ആണ് തുടക്കം കുറിച്ച് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു. സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകി. അതിർത്തികൾ കോട്ട കെട്ടി അദ്ദേഹം സംരക്ഷിച്ചു. മതരംഗത്ത് കോൺസ്റ്റന്റൈൻ ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ക്രിസ്തീയവൽക്കരിച്ചു അല്ലെ റോമാ സാമ്രാജ്യത്തെ. അതിനുശേഷം 7-ാം നൂറ്റാണ്ടിൽ ഒരു പുതിയ മതം ഉണ്ടാകുന്നു, ഇസ്ലാം മതം അല്ലെ. അത് പിന്നീട് വ്യാപിക്കുന്നു. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഈ സമയത്ത് പണി കഴിപ്പിക്കുന്നു. ഭരണരംഗത്ത് കോൺസ്റ്റന്റൈൻ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. നാണയങ്ങൾ പരിഷ്കരിച്ചു. സോളിഡസ് എന്ന സ്വർണ്ണ നാണയം കൊണ്ടുവന്നു. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തലസ്ഥാനം പണികഴിപ്പിച്ചു. അതുപോലെ പുതിയ സെനറ്റ് അദ്ദേഹം രൂപീകരിച്ചു. സാമ്പത്തിക രംഗത്ത് വ്യവസായ വളർച്ചയുണ്ടായി. സ്ഫടിക ഫാക്ടറികളും എണ്ണ മില്ലുകളും വന്നു. ഈ വളർച്ച നഗരങ്ങളുടെ പുരോഗതിയിലേക്ക് കൊണ്ടെത്തിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് പശ്ചിമ റോമാ സാമ്രാജ്യമെന്നും പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്നും 2ആയി തിരിയുന്നു അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നു. അതിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം ജസ്റ്റീനിയൻ ചക്രവർത്തിക്ക് കീഴിൽ 1453 വരെ നിലനിന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് അതിൻ്റെ പ്രശസ്തിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ആ സാമ്രാജ്യം 1453 വരെ നിലനിന്നു. 1453 നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കുന്നു. അപ്പോൾ 1453 വരെ അത് ബൈസാന്റിയൻ സാമ്രാജ്യം എന്നുകൂടി കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെ അറിയപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞാൽ റോമിൻ്റെ ഭൂമിശാസ്ത്രത്തിൽ തുടങ്ങി നമ്മൾ റോമിലെ സാംസ്കാരിക രംഗം, സാമ്പത്തിക രംഗം, അടിമത്തം, ഇങ്ങനെ പറഞ്ഞ് സാമൂഹ്യ വിഭാഗങ്ങളിൽ പറഞ്ഞു. പിൽക്കാല റോമാ സാമ്രാജ്യം പറഞ്ഞു. ഇന്ന് പറഞ്ഞതിൽ റോമിൻ്റെ സാമൂഹ്യ ശ്രേണി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ പിൽക്കാല റോമാ സാമ്രാജ്യവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ പരിഷ്കാരങ്ങൾ ഷോർട്ട് ക്വസ്റ്റിനായി ചോദിക്കാം. അവിടെ നിന്ന് ഈ സോളിഡസ് എന്ന സ്വർണ്ണ നാണയം പുറത്തിറക്കിയതായിരുന്നു ചോദിക്കാം, ഏത് ചക്രവർത്തിയും ചോദിക്കാം. ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമാക്കിയത് ആര് എന്ന്, അല്ലെങ്കിൽ ക്രിസ്തീയവൽക്കരിച്ചത് ഏത് ചക്രവർത്തി എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഓൺവേർഡ് ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്ന നിലയിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. 2ാം അധ്യായമായ റോമാ സാമ്രാജ്യത്തിൽ നമ്മൾ സാമൂഹ്യ ശ്രേണികളെക്കുറിച്ച് പഠിച്ചു. റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് ആണ് 5 തട്ടുകളായി തിരിക്കാമെന്ന് പറഞ്ഞത്. 1 സെനറ്റർമാർ, ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബാംഗങ്ങൾ. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, അവരും സമ്പന്നരായ ഭൂവുടമകളും യോദ്ധാക്കളും ഒക്കെ ആയിരുന്നു. ആദരണീയ വിഭാഗം മധ്യവർഗമാണ്, ഉദ്യോഗസ്ഥരും വ്യാപാരികളുമുണ്ട്. ഹ്യൂമിലിയോറസ് കീഴാളവർഗമാണ്, ഗ്രാമങ്ങളിലെ പണിക്കാർ, തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികളൊക്കെ ഇതിൽ വരും. അടിമകൾ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. ഭരണരംഗത്ത് റിപ്പബ്ലിക്കൻ ഭരണരീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അഴിമതി നിറഞ്ഞതും സ്വച്ഛാധിപത്യ സ്വഭാവമുള്ളതുമായിരുന്നു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി. എന്നാൽ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തെ ചെറുക്കുന്നതിനുള്ള നിയമങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിൽക്കാല സാമ്രാജ്യത്തെക്കുറിച്ച് കണ്ടു. 4 മുതൽ 7 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് പിൽക്കാല സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് വന്ന മാറ്റങ്ങൾക്ക് ഡയോക്ലീഷ്യൻ ചക്രവർത്തി തുടക്കം കുറിച്ചതായി കണ്ടു.
സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. സൈനിക തലവന്മാർക്ക് സ്വയംഭരണാധികാരം നൽകി. അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. മതരംഗത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം ഉദയം ചെയ്തു. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും പണി കഴിപ്പിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു ശില്പമാണ്. ഭരണരംഗത്ത് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. നാണയങ്ങൾ പരിഷ്കരിച്ചു. സോളിഡസ് എന്ന പുതിയ നാണയം നടപ്പിലാക്കി. സ്വർണ്ണ നാണയങ്ങൾ പ്രചരിപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തലസ്ഥാനം പണി കഴിപ്പിച്ചു. കോൺസ്റ്റാന്റിനോപ്പിൾ പുതിയ സെനറ്റ് രൂപീകരിച്ചു. സാമ്പത്തിക രംഗത്ത് വ്യവസായ വളർച്ച കൈവരിച്ചു. സ്ഫടിക ഫാക്ടറികൾ, എണ്ണ മില്ലുകൾ എന്നിവയിൽ നിക്ഷേപം നടത്തി. നഗരങ്ങൾ പുരോഗതി കൈവരിച്ചു. AD 3-ാം നൂറ്റാണ്ടായപ്പോൾ പശ്ചിമ റോമ സാമ്രാജ്യം എന്നും പൗരസ്ത്യ റോമ സാമ്രാജ്യം എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമ സാമ്രാജ്യം തകരുകയും പൗരസ്ത്യ റോമ സാമ്രാജ്യം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്തു. ഇതിനെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്നുകൂടി അറിയപ്പെടുന്നു. ഇത് 1453 വരെ നിലനിന്നു.